ഏത് കാര്യവും അതിൻ്റെ ശരിയായ നിറത്തിൽ പരിശോധിക്കുന്ന നിലയാണ് സർക്കാർ സ്വീകരിക്കുക. ഒരു മുൻവിധിയും ഒരു കാര്യത്തിലും പ്രകടിപ്പിക്കാറില്ല. അപ്പോൾ പ്രശ്നങ്ങൾ ചിലതിപ്പോൾ പൊതുസമൂഹത്തിൽ ഉയർന്നു വന്നിട്ടുണ്ട്. ആ ഉയർന്നു വന്ന പ്രശ്നങ്ങൾ അതിൻ്റേതായ എല്ലാ ഗൗരവവും നിലനിർത്തിക്കൊണ്ട് തന്നെ കേരളത്തിലെ ഉന്നതനായ പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെ, ഉന്നതരായ പോലീസ് ഉദ്യോഗസ്ഥരുടെ റാങ്ക് ഉണ്ടല്ലോ, അപ്പോൾ ഏറ്റവും ഉന്നതമായ റാങ്കിലുള്ള ആൾ തന്നെ അന്വേഷിക്കുന്ന നില സ്വീകരിക്കാനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. അതേസമയം പോലീസ് സേനയുടെ അച്ചടക്കം നേരത്തെ സ്വാഗത പ്രസംഗത്തിലും പറഞ്ഞു, ഞാനും നേരത്തെ പരാമർശിക്കുകയുണ്ടായി. അച്ചടക്കം വളരെ പ്രധാനമാണ്. അച്ചടക്കത്തിന് നിരക്കാത്ത ഏതെങ്കിലും പ്രവൃത്തി ചെയ്താൽ അത് ഒരു ഘട്ടത്തിലും വെച്ച് പൊറുപ്പിക്കാറില്ല. അതുമായി ബന്ധപ്പെട്ട നടപടികൾ പ്രത്യേകമായി ഉണ്ടാവുകയും ചെയ്യും. ഏതെങ്കിലും അച്ചടക്കത്തിന് നിരക്കാത്ത പ്രവൃത്തി കണ്ട് എനക്കും ഇങ്ങനെ ആയിക്കളയാം എന്ന് ആരും ധരിച്ചേക്കരുത്. അതിൻ്റെ ഫലം തിക്തമായിരിക്കും എന്നുകൂടി ഓർമ്മ വേണം. അത്തരക്കാരെ കേരളത്തിൽ പോലീസ് സേനയിൽ ആവശ്യമില്ല എന്ന നിലപാടാണ് പൊതുവെ സർക്കാരിനുള്ളത്. ഈ കാഴ്ചപ്പാടോടെ ഇത്തരത്തിലുള്ള ഉൾക്കുത്തുകളെ കേരളത്തിൻ്റെ ജനകീയ സേനയിൽ നിന്നും ഒഴിവാക്കാൻ തയ്യാറായിട്ടുണ്ട്. അജിത് കുമാറിന് പകരം എച്ച് വെങ്കടേഷിന് ക്രമസമാധാന ചുമതലയുള്ള ADGPയുടെ പദവി നൽകിയേക്കും. വിവരങ്ങളുമായി അനന്തകൃഷ്ണൻ ചേരുന്നുണ്ട്. അനന്തകൃഷ്ണൻ, ഈ പോലീസ് സേനയിൽ അഴിച്ചുപണിയെന്നൊക്കെ നമ്മൾ സാധാരണ പറയാറുണ്ട്. പക്ഷേ ഇത് വളരെ ഗുരുതരമായ ആരോപണങ്ങൾക്കൊടുവിൽ തീരെ നിവർത്തിയില്ലാതെ വന്ന ഒരു സ്ഥലം മാറ്റൽ അല്ലെങ്കിൽ സ്ഥാനമാറ്റം, അങ്ങനെയാണോ നമുക്കിതിനെ കാണേണ്ടത്? ഇനി എന്തൊക്കെയായിരിക്കും പുറത്തു വരാനിരിക്കുന്നത്? മോത്തി, കേരള പോലീസിൻ്റെ തലപ്പത്ത് നിന്ന് സർവാധികാരിയുടെ ആലഭാരങ്ങൾ അഴിച്ചുവെച്ചുകൊണ്ട് ADGP MR അജിത് കുമാർ പടിയിറങ്ങുകയാണ്. ക്രമസമാധാന ചുമതലയുള്ള ADGP എന്ന സ്ഥാനത്ത് നിന്നാണ് അദ്ദേഹത്തെ മാറ്റാൻ ഇപ്പോൾ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. അതിനൊപ്പം തന്നെ PV അൻവർ MLA ഉന്നയിച്ച ഗുരുതരമായ ആരോപണങ്ങൾ സംബന്ധിച്ച് MR അജിത് കുമാറിനെതിരെ അന്വേഷണം നടത്താനും തീരുമാനിച്ചിട്ടുണ്ട്. DGP റാങ്കിലുള്ള ഉദ്യോഗസ്ഥൻ അന്വേഷിക്കുമെന്നാണ് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചത്. ആ പ്രഖ്യാപനം നടത്തുന്നതിലും ഒരു പ്രത്യേകതയുണ്ടായിരുന്നു. ഇന്ന് കോട്ടയത്ത് പോലീസ് അസോസിയേഷൻ്റെ സംസ്ഥാന സമ്മേളനത്തിൻ്റെ സമാപന ചടങ്ങായിരുന്നു. ആ ചടങ്ങിൽ MR അജിത് കുമാറിനെയും സംസ്ഥാന പോലീസ് മേധാവിയും വേദിയിലിരുത്തിക്കൊണ്ടാണ് മുഖ്യമന്ത്രി ഈ അന്വേഷണം പ്രഖ്യാപിക്കുന്നത്. ആ അന്വേഷണം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള മുഖ്യമന്ത്രിയുടെ വാചകം പൂർത്തിയാക്കും മുമ്പേ നിറഞ്ഞ കരഘോഷമായിരുന്നു പോലീസുകാരുടെ ഭാഗത്ത് നിന്ന്. ആ സദസ്സിലുണ്ടായിരുന്നത് മുഴുവൻ പോലീസുകാരാണ്. അവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത് കൃത്യമായൊരു സൂചന മുഖ്യമന്ത്രി അവിടെ നൽകിയിരിക്കുന്നു. MR അജിത് കുമാറിനെ താൻ കൈവിട്ടിരിക്കുന്നു എന്നുള്ളത്. ഏതായാലും ഇനി MR അജിത് കുമാറിനെതിരെയുള്ള അന്വേഷണം ആര് ചുക്കാൻ പിടിക്കും എന്നുള്ളതാണ് അറിയാനുള്ളത്. DGP റാങ്കിലുള്ള 2 ഉദ്യോഗസ്ഥർക്കാണ് അതിന് സാധ്യത. നിലവിൽ വിജിലൻസ് ഡയറക്ടറായിട്ടുള്ള യോഗേഷ് ഗുപ്തയോ അതല്ലെങ്കിൽ ഫയർഫോഴ്സ് മേധാവിയായിട്ടുള്ള പത്മകുമാറോ അന്വേഷിക്കാനാണ് സാധ്യത. ഇതിൽ യോഗേഷ് ഗുപ്തയ്ക്കായിരിക്കും സാധ്യത കൂടുതൽ. കാരണം സാമ്പത്തിക കുറ്റകൃത്യം അടക്കം ഈ ആരോപണ മുനയിലുണ്ട്. അതുകൊണ്ട് തന്നെ വിജിലൻസ് ഡയറക്ടർക്കായിരിക്കും അന്വേഷണ ചുമതല നൽകുക. പിന്നീടുള്ള ചോദ്യം, ADGP ലോ ആൻഡ് ഓർഡർ സ്ഥാനത്ത് നിന്ന് MR അജിത് കുമാർ പടിയിറങ്ങുമ്പോൾ ആരാണ് പകരം വരിക എന്നുള്ളതാണ്. നിലവിൽ 2 പേരുകൾക്കാണ് മുൻഗണന നൽകിയിരിക്കുന്നത്. പട്ടികയിൽ 3 പേരുമുണ്ട്. ക്രൈംബ്രാഞ്ച് ADGP എച്ച് വെങ്കടേഷിൻ്റെ പേരിനാണ് സർക്കാർ ഇപ്പോൾ മുൻഗണന നൽകുന്നത്. അതിനൊപ്പം തന്നെ ജയിൽ മേധാവി ബൽറാം കുമാർ ഉപാധ്യായയുടെ പേര് കൂടിയുണ്ട്. ഇന്റലിജൻസ് ADGP മനോജ് എബ്രഹാമിൻ്റെ പേര് കൂടിയുണ്ട്. ഇന്റലിജൻസ് തലപ്പത്ത് പ്രധാനപ്പെട്ട സ്ഥാനമായതുകൊണ്ട് മനോജ് എബ്രഹാമിനെ അവിടെ നിന്ന് മാറ്റാനുള്ള സാധ്യത കുറവാണ്. അതേസമയം നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത് സമൂലമായ ഒരു മാറ്റം IPS തലപ്പത്ത് ഉണ്ടാകാനുള്ള സാധ്യതയാണ് സർക്കാരിൽ നിന്ന് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇതിനൊപ്പം തന്നെ സർക്കാർ എടുത്തിരിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട തീരുമാനം PV അൻവർ MLA നടത്തിയ ഫോൺ സംഭാഷണത്തെ തുടർന്ന് വകുപ്പ് തല അന്വേഷണം നേരിട്ട പത്തനംതിട്ട SP സുജിത് ദാസിനെ സസ്പെൻഡ് ചെയ്യാനുള്ള തീരുമാനത്തിലേക്കും സർക്കാർ എത്തിയിട്ടുണ്ട്. ആ ഉത്തരവ് അല്പസമയത്തിനകം തന്നെ ഇറങ്ങും എന്നാണ് അറിയാൻ കഴിയുന്നത്. ഏതായാലും കേരള പോലീസിനെ സംബന്ധിച്ച് വലിയൊരു പ്രതിസന്ധി ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ചരിത്രത്തിൽ ആദ്യമായിട്ട് ഇത്തരമൊരു സംഭവ വികാസങ്ങൾ എന്ന് തന്നെ പറയാം. ADGP MR അജിത് കുമാർ DGPക്കും മുകളിൽ ഉള്ള ഒരു അധികാര കേന്ദ്രമായി വളർന്നു നിൽക്കുന്ന ഒരു ഘട്ടത്തിലാണ് PV അൻവർ MLAയുടെ ഭാഗത്ത് നിന്ന് ഒരു ആരോപണ കൊടുങ്കാറ്റുണ്ടാകുന്നത്. ആ കൊടുങ്കാറ്റിൽ സംസ്ഥാന പോലീസിലെ
ഏറ്റവും അധികാരമുള്ള ഒരു ഓഫീസറാണ് കടപുഴകി വീണിരിക്കുന്നത്. മോത്തി. ശരിയാണ്.